എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ഇഷ്ടമാണല്ലേ? അപ്പൊ ഇന്നൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ നോക്കിയാലോ? ഗ്രീൻ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയും അതുപോലെ ഒരു കുഞ്ഞു സലാഡിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 4 പീസായിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി മസാല റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പുതിനയില, അതുപോലെ ഒരു 6 പച്ചമുളക് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു 2 പച്ചമുളക് കൂടെ എടുക്കാം കേട്ടോ. ഇതിന്റെ കൂടെ ഞാൻ ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ചിക്കന് ആവശ്യമായ ഉപ്പും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പൊ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല എല്ലായിടവും പറ്റത്തക്ക രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു റാപ്പർ ഉപയോഗിച്ചിട്ട് ഞാൻ അടച്ചു വെക്കുകയാണ്. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കും. ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞു. ഈ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനോട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഒരു 1/2 വേവ് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ചിക്കനൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ വറ്റി ഫ്രൈ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സലാഡ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് 1 ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കവും അതുപോലെ ഒരു റെഡ് ക്യാപ്സിക്കവും അതുപോലെ ഒരു സവാളയും കൂടെ ഇതുപോലെ പീസ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, ചെറുതായിട്ട് ഉപ്പിട്ടാൽ മതി, തോനെയും ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിച്ചോളുക. അപ്പം ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ. ആ സമയത്തിന് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടും. ഇപ്പൊ ചിക്കൻ ഫ്രൈ എല്ലാം ഞാൻ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ എല്ലാം എടുത്തു മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സലാഡും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് വഴറ്റിയെടുത്താലും മതി. 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും അതുപോലെ സലാഡും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.